ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രണ്ട് പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ടൊന്നും കാണിക്കാത്ത കാരണമാണ് റിവ്യൂ ഇടാത്തത്. അപ്പോൾ ആദ്യത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് കൊച്ചിനെ സ്കൂളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുഡൊക്കെ വിക്രം കൊടുക്കുന്ന സമയത്ത് മോള് കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തിയിൽ ഒക്കെ ഉറുമ്പിനൊക്കെ പറക്കിയിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഫുഡ് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആക്കുമ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഒരു ചപ്പാത്തിയിൽ ഐസ്ക്രീമൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഇഷ്ടമാവാണ് കേട്ടോ. അങ്ങനെ മോളത് കഴിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കനെ മോൾക്ക് വിക്രമിനോട് ഭയങ്കര ഇഷ്ടമാവണം. മാത്രമല്ല വിക്രമ് രാത്രി ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിലും മോളായിട്ട് കളിക്കുകയും വർത്താനം പറയുകയും അങ്ങനെയൊക്കെ പരമാവധി കുട്ടീനായിട്ട് അടുത്ത് ഇടപഴകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് ഒരടുപ്പം ഉണ്ടാവാണ്. ആദ്യമൊക്കെ കുട്ടി വിക്രമിനെ പറഞ്ഞയക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും പതുക്കനെ അവർ തമ്മിൽ എടുക്കുകയാണ്. പിന്നെ കൊച്ചിനോട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കൂട്ടത്തിൽ ചെമ്പുകനുള്ള കൊച്ച് വിളിക്കുന്നത്. അപ്പോൾ ഗൗരിമോളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ചെമ്പൂകനല്ല, ഞാൻ വിക്രമാദിത്യ മഹാരാജാവാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഗൗരിമോൾ വിളിച്ച് വർത്താനൊക്കെ പറയുമ്പോൾ സ്കൂളിലെ വിശേഷങ്ങളും മറ്റുള്ള വിശേഷങ്ങളും അതുപോലെ ബോഡി ഗാർഡിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഗൗരിമോൾ വേദനോട് പറയുന്നുണ്ട്, ചെമ്പൂകനല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ വിക്രമാദിത്യ മഹാരാജാവാണെന്നാണ് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേദയ്ക്ക് ഒരു സംശയം തോന്നി. എന്ത്, വിക്രമാദിത്യ മഹാരാജാവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ആൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വേദയ്ക്ക് എന്തോ ഒരു ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, ഇനി വിക്രം ആണോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഇനി ഈ ഒരു നെക്സ്റ്റ് 5 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും വിക്രമും വേദയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉടനെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ തുറന്നു പറയാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ വിക്രമും വേദയും തമ്മിൽ കണ്ടുമുട്ടൽ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. മാത്രമല്ല ഇതിൽ ആമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം തമിഴിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സംഭവമാണ് കേട്ടോ, വിക്രമിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. അപ്പോൾ ആമിയുടെ അച്ഛൻ വിക്രമിന് വേണ്ടിയിട്ട് ആലോചിക്കുകയും ചെയ്തല്ലോ ആമീനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിക്കാണെന്നുണ്ടെങ്കിൽ വിക്രമിനോട് ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള കഥകളിലൊക്കെ എപ്പിസോഡുകളിലൊക്കെ ആമയുണ്ട്. അപ്പോൾ ആമയാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ വേദനയെ പിരിക്കാൻ നോക്കുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വേദന അറിയിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേദന കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട് ഈ ആമയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം തമിഴിൽ. അപ്പോൾ തമിഴിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിലും ഏകദേശം തമിഴും മലയാളമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അത് മാത്രമല്ല ഇനി പതുക്കനെ നമ്മുടെ തരുൺ അറിയാണ് കേട്ടോ വിക്രം ഒരു ജയിൽ പുള്ളിയാണെന്ന് അറിയുന്ന സമയത്തും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് വിക്രമിനെ പുറത്താക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ മോളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ആൾക്കാർ, ദേവരാജിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മോളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റോട്ടിൽ വെച്ചിട്ട് വിക്രമിനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് മോളിങ്ങനെ പെട്ടെന്ന് തന്നെ ഉറക്കനെ വിളിച്ചിട്ട് മോള് വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവും പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രമോലൊക്കെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.